അക്കയുടെ പേരെന്തേനു? പിന്നെ ലക്ഷ്മി. എന്താ? ലക്ഷ്മി. കൃഷിപ്പണിയെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനി നമുക്ക് പണി എടുക്കണമെന്നതാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മുടെയൊക്കെ ആൾക്കാർക്ക് 78 വയസ്സായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും തീരുവാണ്. ഇവർക്കൊരു ഭയങ്കര എനർജി സ്പിരിറ്റാണ്. അവരവിടെ തന്നെ ആ പാറയുടെ പുറത്ത് വന്നിട്ട് ആ ഷെഡിൽ വന്ന് കിടക്കും. അതിനകത്തൊരു ചെറിയൊരു ജീവി പോലും കയറാണ്ട് വന്ന് കിടക്കും. ഈ കപ്പയും കാച്ചിലും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ മലയാളികൾക്ക് പണ്ട് മുതലേ ഇഷ്ടമാണല്ലേ. ഞാനിപ്പോൾ ഉള്ളതും ഇതുപോലൊരു കിഴങ്ങ് കൃഷി തോട്ടത്തിലാണ്. ഇവിടെ ഇടുക്കി മറയൂരിലെ ഊഞ്ഞാമ്പാറ എന്ന ആദിവാസി ഗ്രാമത്തിലെ ലക്ഷ്മി അമ്മയുടെ തോട്ടത്തിൽ. പക്ഷേ ഈ തോട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ ലക്ഷ്മി അമ്മ കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന 40-ലധികം വരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഈ തോട്ടത്തിൽ കൃഷി ചെയ്തെടുക്കുന്നത്. எனக்கு 70 வயசாச்சு. പിന്നെ ഇനി നമുക്ക് പണി എടുക്കണമെന്നதான் இருக்குது. எல்லா கൃഷിயும் போடுவோம். இதுபோல் கிழங்கு வர்க்கங்கள் இந்த கொல்லம் தான் போட்டிருக்கோம். இது சார்மார் கொண்டு வந்து கொடுத்தது. இதுல இருந்து நாங்கள் எடுத்து நிறைய போடணும். പന്നിയുടെ ശല്യം ഒന്നുമില്ലല്ലോ? പന്നിയെല്ലാം വരാ സാറേ. പന്നി വരാതെ ഞാൻ ചുറ്റും കാവലിருக்கு. രാത്രി മൊത്തം ആളിരിക്കില്ല. ഞാൻ ഇതിൽ തന്നെ കുടിച്ചിൽ തന്നെ இருக்குது. കാട്ടുപോത്തിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കാട്ടുപോത്തെല്ലാം വരില്ല. പന്നി വരാമ കാട്ടുപോത്ത് വരാമ எந்நேரமும் காவல் இருக்குது. മുരുകാ, அப்பா எல்லாம் கூட்டு விடுங்க. ഇല്ല, നമ്മളെ നട്ട എല്ലാ സാധനവും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. எல்லா சாணமும் இருக்குது. ஒரு பிரச்சனையும் இல்லை சாറേ. ஒன்றும் வராமல் போகலை. രാവിലെ ഒരു 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുந்திരിക്കും. അന്നേരം പണിയെടുക്കും. നെല്ലിക്കായ പത്തങ്ങളാ. மறையூரில் ஏகப்பட்ட மக்கள் நம்மளை லட்சுமி பாட்டின்னு சொல்லுங்க. இல்லாமல் ஒரு மக்கள் நம்மளை சீத்தைன்னு சொல்லாதுங்க. இது மொத்தம் காடாது, அதுபோல் காடாக கிடந்தது. பின்ன இதெல்லாம் வெட்டி நான் ஒத்தைக்காக கலசி தான் இது போட்டது. ஒன்றும் இதுக்கு செய்ய வேண்டாம். இதுக்கு சாரமும் நம்ம கறி இலையும் கூட்டி இட்டால் மതി. ஒரு வளமும் போட வேண்டாம். நம்ம கடையிலேருந்து வளம் எடுத்து போட வேண்டாம். களை வராத, எலி போகாத நோக்கணும். அடுத்த வருஷம் ஆகும்போது நிறைய கிருஷிகள் இடணும். நிறைய பழ வர்க்கங்கள் இடணும். நமக்கு மக்களுக்கு வரும்போது பறிச்சு கொடுக்கணும். சார்மார் சொன்னது இது போல 400 கொண்டு வரல பாட்டி நடுமான்னு கேட்டோம். சரி கொண்டு வாங்க சார், ஏது கொண்டு வந்தாலும் நடலான்னு சொன்னேன். நட்டு உண்டாக்கலாம் அப்படின்னு. சார்மார் தான் எனக்கு ஃபுல்லும் உதவியுமே. சார்மார் தான். அவர் மாறி போன டிஎஃப் சார் தான் எனக்கு கடவுள் கணக்கா. இப்போ இந்த சார், அந்த டிஎஃப்ஓ சார் வந்து இப்போ மாறி போயிட்டார். அந்த சார் இருக்கும்போது வந்து இப்போ இந்த கிழங்கு வர்க்கங்கள் எல்லாம் போட்டு கொடுத்து எங்கள் குடியவும் இப்போ நம்ம மறையூர்லேயுமே கேட்டாலும் ஊஞ்சாம்பர குடியோ அது எங்கே இருக்குது அப்படின்னு தான் கேட்பாங்க. அப்போ எங்கள் குடியும் இந்த கிழங்கு வந்து போட்டதுனால எங்கள் குடியும் 4 மக்களுக்கு தெரிஞ்சிருச்சு. இந்த கிழங்கு வர்க்கங்கள் போட்டு கொடுத்ததுனால அந்த சாருக்கும் ரொம்ப ரொம்ப நன்றி. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മറയൂർ സാൻഡൽ ഡിവിഷൻ ചില്ല എന്ന പേരിൽ ആദിവാസികൾക്കായി ഒരു ഓപ്പൺ മാർക്കറ്റ്, ട്രൈബൽ ഓപ്പൺ മാർക്കറ്റ് 2014 സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ വ്യാഴാഴ്ച ദിവസവും അവരുടെ കുടികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ബാക്കി എന്ത് ഉൽപ്പന്നങ്ങളാണെങ്കിലും ഈ ഓപ്പൺ മാർക്കറ്റിൽ എത്തിക്കുകയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ ഈ ഓപ്പൺ മാർക്കറ്റിൽ എത്തുകയും ഈ സാധനങ്ങളെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇടനിലക്കാരനായിട്ട് നിന്ന് ഒരു ഓപ്പൺ ലേലം നടത്തുകയും ആ ലേലത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ അവർ ഏറ്റുവാങ്ങുകയും അതിനർഹമായ വില അവർക്ക് ലഭിക്കുകയും ചെയ്യും. നറുന്നൂറ് എന്ന പദ്ധതി 2024 മറയൂർ ചന്ദന ഡിവിഷനിൽ മറയൂർ വന വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. തുടക്കം കുറിച്ചത് ഇവിടുത്തെ മറയൂർ ഡിവിഷനിലെ മുൻ DFO ആയിരുന്ന ശ്രീ NG വിനോദ് കുമാർ സാറാണ്. 2014 വനം വകുപ്പ് ആരംഭിച്ച ചില്ലയുടെ വലിയൊരു വിജയത്തിന് ശേഷം വനം വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് നറുന്നൂറ് എന്ന് പറയുന്നത്. ആദിവാസി സമൂഹം മുൻകാലങ്ങളിൽ ആഹാരത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് കാട്ടിലെ കിഴങ്ങ് വർഗ്ഗങ്ങളെയും അവർ നട്ട് വളർത്തിയുണ്ടാക്കിയിട്ടുള്ള നാടൻ കിഴങ്ങ് വർഗ്ഗങ്ങളെയുമായിരുന്നു. പിന്നീട് ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള കിഴങ്ങുകളൊക്കെ നാമാവശേഷമാവുകയും പല കുടികളിലും കിഴങ്ങുകളൊന്നും തന്നെ കാണാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്
ഊഞ്ഞാമ്പാറയിലും കമ്മാളംകുടിയിലുമൊക്കെയുള്ള അവശേഷിച്ചിരുന്ന നാടൻ കിഴങ്ങുകളും കാട്ടുകിഴങ്ങുകളും ഒപ്പം തന്നെ ഞങ്ങളുടെ യാത്രകളിൽ വനം ഉദ്യോഗസ്ഥരുടെ യാത്രകളിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള നാടൻ വെറൈറ്റികളും ഒക്കെ കൂടി ചേർത്തുകൊണ്ട് കിഴങ്ങുകളുടെ ഒരു സംരക്ഷണ പരിപാലന കേന്ദ്രം എന്ന നിലയിൽ നറും 100 എന്നുള്ള പദ്ധതി ആരംഭിച്ചത്. ഇതിൽ നറും 100 എന്ന് ഉദ്ദേശിക്കുന്നത് 100 എന്ന് പറഞ്ഞാൽ കിഴങ്ങാണ്, നറുമെന്ന് പറഞ്ഞാൽ പരിശുദ്ധിയാണ്. ഇത് മറയൂരിലെ 2 ആദിവാസി വിഭാഗങ്ങളിൽ ഹിൽപ്പുലയും മുതുവാനും ഈ 2 വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇപ്പോഴിത് നറും 100ൻ്റെ ഭാഗമായിട്ട് ഈ കിഴങ്ങുകൾ കൃഷി ചെയ്ത് വരുന്നത്. ഏതാണ്ട് 40-ന് മുകളിൽ തനത് കാച്ചിലുകളുടെ വൈവിധ്യം നമുക്ക് ഈ നറും 100 തോട്ടത്തിൽ പോയാൽ കാണാൻ സാധിക്കും. കാച്ചിലുകൾ കൂടാതെ തന്നെ ചെറുകിഴങ്ങ് പോലുള്ള വസ്തുക്കളും അല്ലെങ്കിൽ ചേമ്പ്, ചേന ഇവയുടെയൊക്കെ വെറൈറ്റികൾ ഇവർ സംരക്ഷിച്ച് വരുന്നുണ്ട്. ഒരു 50 സെൻറ്റ് 30 to 50 സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ ഇത് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത്. ഇവർക്ക് അത് കൃഷി ചെയ്യുന്നതിന് വേണ്ട നിലം ഒരുക്കൽ, അതിന് വേണ്ട ടെക്നിക്സ് എന്താണെന്നുള്ളതൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ വനംവകുപ്പിൽ നമുക്കുള്ള അറിവും കൂടെ അവർക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പ് കണ്ടേക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കറിയാം. അവർക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് അറിയാം, കൃഷി ചെയ്യാനറിയാം, കിട്ടുന്ന കൃഷിക്ക് വാങ്ങാൻ ആൾക്കാരുണ്ട്. ആ ടോട്ടൽ കമ്മ്യൂണിറ്റി വനം വകുപ്പിൻ്റെ കൂടെയാണ്. എഴുപത്തെട്ട് വയസ്സുള്ള സാധാരണ നമ്മുടെയൊക്കെ ആൾക്കാർക്ക് 78 വയസ്സായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും തീരുവാണ്. ഇത് ഇവർക്കൊരു ഭയങ്കര എനർജി സ്പിരിറ്റാണ്. അവരവിടെ തന്നെ ആ പാറയുടെ പുറത്ത് വന്നിട്ട് ആ ഷെഡിൽ വന്ന് കിടക്കും. അതിനകത്തൊരു ചെറിയൊരു ജീവി പോലും കയറാണ്ട് വന്ന് കിടക്കും. അതാണ് പിന്നെ ഇത് കാവലുക്ക് വേണ്ടാന്ന് ചുമ്മാ പോട്ടിട്ട് പോനാ പിന്നെ എല്ലാം കയറി ചവിട്ട് പോയിരും. അപ്പോൾ അതിനകത്ത് വേറൊരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ട്. നമുക്ക് ഓർത്താൽ നമുക്ക് സങ്കടം വരും. ആ തോട്ടത്തിന് പേരിട്ടിരിക്കുന്ന അവരുടെ ഹസ്ബൻഡിൻ്റെ പേരാണ്. ആരും അവരെ ഓർക്കുന്നതല്ല. അവരുടെ പേരിട്ടോട് കൂടിയിട്ട് ഇവരുടെ അറ്റാച്ച്മെൻറ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നഷ്ടപ്പെട്ടു പോയി 10-15 വർഷം മുമ്പ് ഭർത്താവിൻ്റെ അടുത്തിരിക്കുന്ന അതേ ഒരു സെക്യൂരിറ്റിയിലാണ് അവരെ പുറത്ത് വന്നിട്ട് ആ പാറപ്പുറത്തിരുന്ന് അവർ സാധനത്തെ നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലീഡർഷിപ്പാണ് അതിനകത്ത് നമ്മൾ കാണേണ്ട. 78 വയസ്സുള്ള ഒരു സ്ത്രീക്ക് എപ്പം പണിയെടുത്തിട്ടേ ഇരിക്കണം. പണിയെടുക്കാതെ இருந்தால் നമുക്ക് കുഴപ്പം. ഞാൻ മറച്ചാലും എൻ്റെ മക്കൾ வந்து இதுபோல கிருஷி உண்டாக்கணும். என்ன கணக்கா அவங்களும் பேர் வாங்கணும். திருட போகக்கூடாது, களவாங்க போகக்கூடாது, பொய் பேசக்கூடாது. நம்ம கிருஷி மாத்திரம் உண்டாக்கி நம்ம கொடுக்கணும்.